ഹലോ, നമസ്കാരം. ഇന്നൊരു പുതിയ കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ പ്രത്യേക സാഹചര്യങ്ങളിൽ ഗോഫണ്ട് വഴി ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായിട്ട് നമ്മൾ ഫണ്ട് കളക്ഷൻ നടത്താറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൈയഴിഞ്ഞ് നമ്മൾ അവരെ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ സഹായിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് നമ്മളിങ്ങനെ പൈസ കൊടുക്കാനായിട്ട് നമ്മൾ അവരുടെ പേജിലെത്തിക്കഴിഞ്ഞ് ഡൊണേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമായ തുക ഇവിടെ നിന്നും തിരഞ്ഞെടുക്കാം. 25 യൂറോ അവരത് കുറച്ച് എമൗണ്ടുകൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ല, നമുക്ക് 1 രൂപയാണെങ്കിലും 1 യൂറോ ആണെങ്കിലും 1 പൗണ്ട് ആണെങ്കിലും എത്ര വേണമെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് പൈസ കൊടുക്കാൻ പറ്റും. അതല്ല, അവർ സെറ്റ് ചെയ്തേക്കുന്ന ഒരു എമൗണ്ട് ആണെങ്കിൽ അത് ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് എമൗണ്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നുണ്ട് ടിപ്പ് ഗോ ഫണ്ട് മീ സർവീസ്. നമ്മൾ ഇവർക്കൊരു ടിപ്പ് നൽകുന്നുണ്ട്, സർവീസ് ചാർജായിട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ടിപ്പായിട്ട് 14.5% അവർ നമ്മുടെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തായിരിക്കും ഇത് അറിയാൻ പറ്റാത്തവരുടെ നിന്ന് വാങ്ങുന്നത്. ടോട്ടൽ നമ്മുടെ കയ്യിൽ നിന്ന് 114.5 യൂറോ അല്ലെങ്കിൽ പൗണ്ട്, നമ്മൾ ഏത് മണി സെലക്ട് ചെയ്യുന്നു ആ എമൗണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും. ഇതിന് ഓപ്ഷനിലാണ്. ഇത് നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ എമൗണ്ട് ഇങ്ങനെ കർസർ വലിച്ച് പുറകോട്ട് നീക്കാം, 0യിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അവർക്ക് ആവശ്യമായ 100 യൂറോ മാത്രമേ നൽകുന്നുള്ളൂ. അതല്ല, നിങ്ങൾക്ക് അവിടെ അവർക്ക് ഗോഫണ്ടിന് എന്തെങ്കിലും ടിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നമുക്ക് എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും കൊടുക്കാം. 10%, 14 ഇങ്ങനെ നമുക്കത് വലിച്ചു നീട്ടി ഒരു 30% വരെ ഉള്ള എമൗണ്ട് നമുക്ക് അവർക്ക് നൽകാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ 130 രൂപ വന്നിട്ടുണ്ടെങ്കിൽ 100 രൂപ നമ്മൾ ആർക്ക് ചാരിറ്റി നൽകാൻ ആഗ്രഹിച്ചോ അവരുടെ അക്കൗണ്ടിലേക്കും 30 രൂപ ഗോഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്കുമാണ് പോകുന്നത്. ഇങ്ങനെ പലരുടെയും പൈസ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതുകൊണ്ട് പലർക്കും ഈ കാര്യം അറിവില്ലാത്തതുകൊണ്ട് 100 യൂറോ നൽകേണ്ടടുത്ത് 114 യൂറോ എക്സ്ട്രാ നൽകേണ്ടി വന്നു എന്ന് പല പ്രാവശ്യവും കേൾക്കുവാനിടയായി. അങ്ങനെ അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പൈസ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഇതിനെ 0 ആക്കിയിട്ടുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എമൗണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ചേർത്ത് ഗൂഗിൾ പേ, പേപ്പാൽ എന്ത് വേണേലും ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരം സംഭാവനകളിൽ പങ്കാളികളാകാം. ഈ ഒരറിവ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പലർക്കും ഈ കാര്യം അറിയാം, എങ്കിൽ അറിയാത്ത നിരവധി പേരും ഉണ്ട്. അവർക്കായിട്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എങ്കിലും ഒരു കാര്യം കൂടി പറയാം. ഗോഫണ്ട് നമ്മൾക്കായിട്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തുറന്നിരിക്കുമ്പോൾ അവർക്ക് സംഭാവനകൾ നൽകാൻ താല്പര്യമുള്ളവർക്ക് അത് നൽകുന്നതിൽ ഒരു തെറ്റുമില്ല. മറിച്ച് സ്റ്റുഡൻസൊക്കെ ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ അവരുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള സംഭാവനകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചാരിറ്റികളിൽ പങ്കാളികളാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ കാര്യം ശ്രദ്ധിക്കുക. താങ്ക് യു.